ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കനേഡിയൻ സ്മോക്കിംഗ് ആണ്. അതിൽ തന്നെ ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ സാറ്റിനിൽ 1 ഇഞ്ച് വീതിയും നീളമുള്ള സ്ക്വയറുകളായിട്ട് വരച്ചെടുക്കണം. അതിൽ തന്നെ ഒന്നിടവിട്ട് നമ്മളിങ്ങനെ ഒരു അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇൻഡുജിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളത്തിന് വേണ്ടി ഒന്നിടവിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ ആ ഒരു ഇൻറ്റു ഇട്ട ആ ഒരു സ്ക്വയർ എടുക്കാം. അതിൻ്റെ 4 കോർണർ നമ്മൾ ലോക്ക് ഇടാതെ ഒറ്റ സ്ട്രെച്ചിന് തുന്നിയെടുക്കുകയാണ്. ഇപ്പം ആദ്യം ഈ കോർണറിൽ നിന്ന് തുടങ്ങി പിന്നെ നെക്സ്റ്റ് കോർണറിൽ ഒരു റണ്ണിങ് ചെയ്ത് പിന്നെ നെക്സ്റ്റ് കോർണറിലേക്ക് പോയി അവിടെ ഒരു റണ്ണിങ്, പിന്നെ അങ്ങനെ തിരിച്ച് ആ ലൂപ്പ് തുടങ്ങിയോടത്ത് അവസാനിക്കണം. അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ നൂല് പിടിച്ച് വലിക്കുക. അപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പ് ഉള്ളിലേക്ക് മടങ്ങിപ്പോയിട്ട് ഒരു ഫ്ലവർ ഷേപ്പ്, ഫ്ലവറിൻ്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവും. പിന്നെ ആ ഒരു സ്റ്റിച്ച് നമുക്ക് കാണാണ്ടിരിക്കാൻ വേണമെങ്കിൽ ഒരു മുത്ത് സൂചിയിൽ കോർത്ത് ആ ഒരു സെൻറ്റർ പോയിന്റിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു അങ്ങനെ എല്ലാ ഒരു നമ്മൾ സൈൻ ഇൻഡു സൈൻ മാർക്ക് ചെയ്തിട്ടുള്ള ആ എല്ലാ കള്ളികളിലും ഇങ്ങനെ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആ ക്ലോത്തിൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ സാറ്റിൻ ക്ലോത്ത് ആണ് കൂടുതലായിട്ട് ഇതിനെ യൂസ് ചെയ്യണത് സ്മോക്കിംഗ് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.